CCTV ദൃശ്യങ്ങൾ ഇതെല്ലാം അതായത് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കൊലപാതകം തെളിയിക്കാൻ പോലീസിന് ഏറ്റവും ഉപകാരപ്രദമായിരുന്നു. ഈ കേസിൽ യാതൊരു തരത്തിലുള്ള വ്യക്തിവിരോധവുമില്ല, ഒരു തരത്തിലുള്ള സാഹചര്യങ്ങളുമില്ല. മറ്റൊരു ജീവന് പിന്നാലെ പോയി ആ ജീവൻ രക്ഷപ്പെട്ടു പോയതിന്റെ പശ്ചാത്തലത്തിൽ സ്വർണമോ പണമോ മാത്രം ലക്ഷ്യമിട്ട് നിസ്സഹായ ഒരു വീട്ടമ്മയെ അവിടെ അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ കടന്നു ചെന്ന് കൊലപ്പെടുത്തുന്ന, അത് ഏറ്റവും മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു കേസാണ്. അതിൽ കോടതി സ്വീകരിച്ച നിലപാടുകളും ഏറ്റവും അവസാനം പോലും സ്വീകരിച്ച നിലപാടുകളും നിർണായകമായിരുന്നല്ലോ. അതായത് ആദ്യം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു, കോടതി വിധി പറയുന്നു, അതിനുശേഷം റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു, അതുകൂടി പരിശോധിച്ച് വീണ്ടും ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ഈ വിസ്താരവേളയിലുണ്ടായ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? മാധു, ഈ കേസിൽ ഏറ്റവും പ്രത്യേകമായ കാര്യം ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അപകടകാരിയായ ഒരു കൊലയാളിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ കാരണം റാൻഡമായിട്ടാണ് അയാൾ ഇരയെ തിരഞ്ഞെടുത്തത്. വിനീതയുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ല, അയാൾക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു വ്യക്തിയല്ല. അതിനു മുൻപ് അയാൾ ആ കൊലക്കത്തിയുമായി ഇറങ്ങിയത് അയാൾക്ക് പണം വേണം, ആ പണത്തിന് വേണ്ടി ആരുടെയെങ്കിലും സ്വർണ്ണമാല അല്ലെങ്കിൽ ആഭരണം കവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ആദ്യം അയാളുടെ കടയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു സ്ത്രീയെ ഫോളോ ചെയ്യുന്നത് CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. അയാൾക്ക് അയാളുടെ കൃത്യം നിർവഹിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ആ സ്ത്രീയെ ഉപേക്ഷിച്ച് വീണ്ടും ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ചെടിക്കടയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വിനീതയെ കണ്ടെത്തിയത്. അങ്ങനെ ഒരു സമാനതകളില്ലാത്ത ഹീനമായ ഒരു കുറ്റകൃത്യമാണ് ഈ പ്രതി ചെയ്തത്. മാത്രമല്ല, ഈ രാജേന്ദ്രന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അയാൾ ഉന്നത ബിരുദധാരിയാണ്. തഞ്ചാവൂർ തമിഴ് സർവകലാശാലയിൽ നിന്ന് B.Ed ബിരുദം കരസ്ഥമാക്കിയ ആളാണ്. അതിനുശേഷം MA ഹിസ്റ്ററി, MA ഇക്കണോമിക്സ് 2 ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ആളാണ്. മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ എടുത്ത ആളാണ്. അതായത് സാമ്പത്തിക ശാസ്ത്രവും ചരിത്രവും ഈ അധ്യാപന പരിശീലനവും നേടിയൊരു വ്യക്തി, കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടിയ വ്യക്തി. അയാൾ അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം. ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്നയാൾ അവിടെ നിന്ന് രാജിവെച്ചാണ് അയാളുടെ സാമ്പത്തിക പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയത്. ആ ഓൺലൈൻ ട്രേഡിംഗിൽ ഇറങ്ങുമ്പോൾ അയാൾക്ക് പണം ആവശ്യമായിരുന്നു. ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപിക്കാനുള്ള പണത്തിന് വേണ്ടിയാണ് ഈ 4 കൊലപാതകവും ഹീനനായ ഈ കുറ്റവാളി ചെയ്തത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആ പണത്തിന് വേണ്ടിയായിരുന്നു അയാളെ അടുത്തറിയാവുന്ന, അയാളെ മകനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തെ തമിഴ്നാട്ടിൽ ഇല്ലാതാക്കിയത്. അതിനുശേഷമാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് വന്നത്. അവിടെയും ഓൺലൈൻ ട്രേഡിംഗ് തുടർന്നപ്പോൾ അയാൾക്ക് പണം ആവശ്യമായിരുന്നു. ആ പണത്തിന് വേണ്ടിയാണ് അയാൾ സ്വർണ്ണമാല അല്ലെങ്കിൽ ആഭരണം കവരുന്നതിന് വേണ്ടി ഈ അമ്പലമുക്കിലെ അല്ലെങ്കിൽ പേരൂർക്കടയിലെ തെരുവിലൂടെ നടന്നത്. അതിൽ ആണ് വിനീത എന്ന് പറയുന്ന ആ പാവപ്പെട്ട വീട്ടിലെ നിർധനയായ സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചതാണ്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് പേരൂർക്കടയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ചെടിക്കടയിൽ ജോലിക്ക് അവർ വന്നത്. അവർക്ക് 2 മക്കളെയും വൃദ്ധരായ അച്ഛനെയും അമ്മയും സംരക്ഷിക്കണമായിരുന്നു. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അവർ ജോലി ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായത്. അങ്ങനെ ജോലി ചെയ്യാൻ വന്ന ഒരു സ്ത്രീയാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന നരാധവൻ കൊലക്കത്തിക്ക് ഇരയാക്കിയത്. ആ ക്രൂരത കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് ഇനി സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ ഒരു അവകാശവുമില്ല എന്ന് കോടതി കണ്ടെത്തിയത്. അയാൾക്ക് ഒരു തരത്തിലും മാനസാന്തരം സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കോടതി വിലയിരുത്തിയത്. അതിനുവേണ്ടി കോടതി ജില്ലാ കളക്ടറുടെ, തമിഴ്നാട് സർക്കാരിന്റെ, തമിഴ്നാട് റവന്യൂ വകുപ്പിന്റെ, സൈക്കോളജിസ്റ്റിന്റെ, സൈക്യാട്രിസ്റ്റിന്റെ അടക്കം റിപ്പോർട്ടുകൾ പരിശോധിച്ചു. അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇഴകേറി കോടതി പരിശോധിച്ചു. അതിനുശേഷം ശിക്ഷാവിധിയിൽ വിശദമായ വാദമാണ് കഴിഞ്ഞ ദിവസം കോടതി കേട്ടത്. ഇതെല്ലാം കേട്ട ശേഷമാണ്, അപ്പോഴും ദുർബലമായ വാദങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ ഹീനമായ ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിക്ക് അമ്മയുണ്ട്, അമ്മയെ സംരക്ഷിക്കണം, അയാളുടെ പ്രായം പരിഗണിക്കണം, അയാൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നൊക്കെയുള്ള ദുർബലമായ വാദമാണ് ഈ ശിക്ഷാ ഇളവ് നേടാൻ വേണ്ടി കോടതിയിൽ വാദിച്ചത്. അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. ഈ ഹീനനായ കുറ്റവാളിക്ക് ണെങ്കിൽ പോലും ഏതു പ്രായത്തിൽ ഏതു കാലത്ത് പുറത്തിറങ്ങിയാൽ പോലും സമൂഹത്തിന് ബാധ്യതയാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളാണ് എന്ന് കൃത്യമായി കോടതി തിരിച്ചറിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 3 ജീവനുകൾ എടുത്ത ഒരാൾ, അയാൾ വീണ്ടും ഒരു നഗരത്തിൽ വന്ന് അവിടെ ആളുകളെ ലക്ഷ്യമിട്ട്, അവരുടെ ജീവനും സ്വത്തും ലക്ഷ്യമിട്ട് അലഞ്ഞു നടന്ന ഒരു ഇരയെ കണ്ടെത്തി കൊലപ്പെടുത്തിയ ഒരാൾ, അതിനുശേഷം ആ തെളിവ് നശിപ്പിക്കാൻ കൃത്യമായി ജാഗ്രതയോടെ പ്രവർത്തിച്ച ഒരാൾ, അയാളെ സമൂഹത്തിൽ നിന്ന് എല്ലാ കാലത്തേക്കും നിയമത്തിന് ഇല്ലാതാക്കുക എന്നതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നത്? തീർച്ചയായിട്ടും അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. കാരണം 4 കൊലപാതകങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തി, അയാൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ നൽകിയാൽ, ഏതെങ്കിലും ഘട്ടത്തിൽ അയാൾക്ക് പരോൾ ലഭിക്കുകയും ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്താൽ, അയാൾ ജയിലിന് പുറത്തേക്ക് വന്നാൽ വീണ്ടും അയാൾ ഒരു കൊലപാതകത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും ശക്തമായ കാര്യം. മാത്രമല്ല, ശൂന്യതയിൽ നിന്ന്
തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ ദൃക്സാക്ഷികളില്ലാത്ത ഒരു ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് പ്രോസിക്യൂഷൻ അയാളെ കുരുക്കാനുള്ള എല്ലാ തെളിവുകളും ഒന്നൊന്നായി കണ്ടെടുക്കുകയും പോലീസിന്റെ ചാർജ് ഷീറ്റിൽ പറയുന്ന തെളിവുകൾ ശാസ്ത്രീയമായി കോടതിയിൽ തെളിയിക്കാനും എം സലാഹുദ്ദീന് അദ്ദേഹത്തിന്റെ ടീമിനും കഴിഞ്ഞത്. ഇതിലേറ്റവും അഭിനന്ദിക്കേണ്ട മറ്റൊരു ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ടീമുണ്ട്. അത് തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസാണ്. കാരണം സിറ്റി ഷാഡോ പോലീസിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും രായ്ക്ക് രാമാനം വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് ഈ പ്രതി രാജേന്ദ്രനാണെന്ന് കണ്ടെത്തുന്നത്. അമ്പലമുക്കിൽ വിനീത എന്ന ചെടിക്കട സ്ഥാപനത്തിലെ ജോലിക്കാരി മരിച്ചു കിടക്കുന്ന ദൃശ്യം, അല്ലെങ്കിൽ ആ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ആളെ തിരിഞ്ഞിറങ്ങിയെങ്കിലും പ്രതി ആരാണെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. വിജനമായ നഗരം, ലോക്ക്ഡൌൺ കാലം. അപ്പോൾ ആ നഗരത്തിലൂടെ നടന്നുപോയ ആൾക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. അതിനുവേണ്ടി പോലീസ് നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ, ആയിരക്കണക്കിന് CCTV ദൃശ്യങ്ങൾ അത് നിരന്തരം അവിടെ ഇരുന്ന് പരിശോധിച്ചാണ് പ്രതിയുടെ സഞ്ചാരപഥം കണ്ടെത്തിയത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, രാവിലെ അയാൾ പേരൂർക്കടയിൽ ജോലി ചെയ്യുന്ന ചായക്കടയിൽ അവിടെ നിന്ന് പ്രാതൽ കഴിച്ച ശേഷം പുറത്തേക്കിറങ്ങി ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങുകയാണ്. മുഖം മാസ്ക് കൊണ്ട് മറച്ചിരുന്നു, തല മൂടിയിരുന്നു. അയാളൊരു ഷർട്ട് ധരിച്ചിട്ടാണ്, വെള്ള ഷർട്ട് ധരിച്ചാണ് നടന്നുപോയത്. അതിനുശേഷം വിനീതയെ കൊലപ്പെടുത്തി അയാൾ നടന്നു നീങ്ങുന്നത് പേരൂർക്കടയിൽ നിന്ന് മുട്ര ഭാഗത്തേക്കാണ്. അവിടെ ഒരു കുളത്തിൽ കത്തി ഉപേക്ഷിച്ചു, വസ്ത്രം ഉപേക്ഷിച്ചു. അതിനുശേഷം അതിനുള്ളിൽ അയാൾ കരുതിയിരുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് പിന്നീട് നടക്കുന്നത്. അയാൾ ഉള്ളൂർ ഭാഗത്തേക്ക് പോകുന്നു, കേശദാസം ഭാഗത്തേക്ക് പോകുന്നു. അയാൾ പല രീതിയിലുള്ള വാഹന സൗകര്യം ഉപയോഗപ്പെടുത്തുന്നു. വഴിയെ പോയ ഒരു സ്കൂട്ടർ യാത്രക്കാരുടെ പിന്നാലെ കയറുന്നു, ഓട്ടോറിക്ഷയിൽ കയറുന്നു. ആ ഓട്ടോറിക്ഷയിൽ അയാൾ സഞ്ചരിക്കുകയും ഒരു പെട്രോൾ പമ്പിൽ ആ ഓട്ടോറിക്ഷ കയറുകയും ചെയ്ത ആ CCTV ദൃശ്യം വളരെ നിർണായകമായി. അതിനുശേഷം ഇയാൾ കൈമുറിഞ്ഞിരുന്നു. അയാളുടെ ഈ കൊലപാതകത്തിനിടയിൽ അയാൾ തിരിച്ചു പേരൂർക്കട അയാളുടെ ചായക്കടയിൽ എത്തി, അവിടെ താമസ സ്ഥലത്ത് എത്തി. വൈകുന്നേരം അയാളുടെ സുഹൃത്തിനെയും കൊണ്ട് പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നു. കയ്യിൽ മുറിവ് സംഭവിച്ചു. ആ മുറിവ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഹോട്ടൽ ജീവനക്കാരെ ബോധ്യപ്പെടുത്താൻ അയാൾ അവിടുത്തെ ഇലക്ട്രിക് ചിരവ ഉപയോഗിച്ച് സ്വയം കൈ മുറിച്ച് അങ്ങനെ പരിക്കേറ്റതാണെന്ന് വരുത്തിയ, അങ്ങനെ വിശ്വസിപ്പിച്ചാണ് ഇയാൾ ആശുപത്രിയിലേക്ക് വരുന്നത്. പിറ്റേന്ന് തന്നെ അയാൾ ഈ തമിഴ്നാട്ടിലേക്ക് അരുവാൾമൊഴിയിലേക്ക് പോവുകയും ചെയ്തു. അരുവാൾമൊഴിയിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് പോലീസ് അയാളെ പോലീസ് പിടികൂടുന്നത്. ബുദ്ധിരാക്ഷസനായ, കൊല ചെയ്ത് അറപ്പുമാറിയ, ഏറ്റവും ക്രൂരനായ, അപകടകാരിയായ ഒരു കൊലപാതകിക്കാണ്, രക്തദാഹി എന്നൊക്കെ വിശേഷിപ്പിക്കാം. 3 കൊലപാതകങ്ങൾ ചെയ്ത ഒരു 13 വയസ്സുള്ള പെൺകുട്ടി അടക്കം, അത് വളർത്തുമകളാണ്. അതെ, ഒരു കസ്റ്റംസ് ഓഫീസർ, ഭാര്യ, കുഞ്ഞ്, ഈ 3 പേരെയും കൊലപ്പെടുത്തി ഈ നഗരത്തിൽ വന്ന് ഇവിടെ അമ്പലമുക്കിൽ വിനീത എന്ന് പറയുന്ന നിസ്സഹായയായ ഒരു സ്ത്രീയെ ഒറ്റക്കുത്തിന്, അത് കഴുത്തിൽ ഒറ്റക്കുത്തും നിലവിളിക്കാൻ പോലും ത്രാണിയില്ലാതെ ആക്കിയ ഇരയെ കൊലപ്പെടുത്തി കീഴടക്കിയാണ് അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ കേരള പോലീസ് അനിതരസാധാരണമായ കഴിവ് പ്രകടമാക്കുന്ന ഒരു അന്വേഷണമാണ് അതിന്റെ പേരിൽ കാഴ്ചവെച്ചത്. ടീമിനെ അഭിനന്ദിക്കാതെ നിവൃത്തി. അർജുൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുകയും പ്രതിയെ കണ്ടെത്തുകയും ഇപ്പോൾ വധശിക്ഷയ്ക്ക് മുമ്പിലേക്ക് പ്രോസിക്യൂഷന്റെ സഹായത്തോടെ എത്തുകയും ചെയ്തിട്ടുള്ളത്.